മതമൗലികതയും ഒക്കെ കേവലം RSSകാരുടെയും BJPക്കാരുടെയും നെഞ്ചത്തേക്ക് മാത്രമായിരിക്കും അത് ആഞ്ഞു വീശുക എന്ന്. ഒരുപക്ഷെ മുദ്രാവാക്യങ്ങൾ തുടക്കത്തിൽ അങ്ങനെയാവാം. പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അന്ന് കൊല്ലപ്പെട്ട മൂവാറ്റുപുഴയിലെ ജോസഫ് മാഷ് RSS വാദിയായിരുന്നില്ല, BJPക്കാരനായിരുന്നില്ല. എറണാകുളം മഹാരാജാസ് കോളേജിൽ പിടഞ്ഞു വീണ മരിച്ച അഭിമന്യു RSSനൊപ്പം ആയിരുന്നില്ല, BJPക്കൊപ്പം ആയിരുന്നില്ല. ഓർക്കുക, നമ്മൾ 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഞാൻ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ നിരോധത്തിന് ശേഷം മലയാള മനോരമയിൽ ലേഖനം വന്നു. ആ മലയാള മനോരമ പറയുന്നു, കേരള പോലീസ് സേനയ്ക്കകത്ത് 873 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി നിത്യബന്ധങ്ങളുണ്ട്. നോക്കുക, ഞാൻ എല്ലാ പോലീസുകാരെയും കുറ്റപ്പെടുത്തുന്നില്ല, സേന മൊത്തം കളങ്കപ്പെട്ടു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ 2022 മലയാള മനോരമയുടെ അവർക്ക് കിട്ടിയ റിപ്പോർട്ടിലെ വിവരം വെച്ച് അവർ പറയുന്നു, കേരള പോലീസ് സേനയ്ക്കകത്ത് 873 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായുള്ള നേരിട്ടുള്ള ബന്ധമുണ്ട്. തീർന്നില്ല. പിന്നീട് അധിക നാളുകൾ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടു, കേരള പോലീസ് സേനയ്ക്കകത്ത് പച്ച വെളിച്ചം എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവർ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ പൊതുവികാരമല്ല, കേരളത്തിലെ മതേതരത്വം പോഷിപ്പിക്കാനല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷയൊരുക്കാനല്ല, എല്ലാ ആളുകളുടെയും സ്വത്തിനും ജീവനും ഒരുക്കാനല്ല. ഒരുപക്ഷെ പോലീസിൽ പലരും അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഈ 873 പേർ പ്രവർത്തിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. പറയുന്നത് BJP അല്ല. കേരളത്തിലെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവസാനിച്ചില്ല. നമ്മൾ വീണ്ടും കേൾക്കുന്നു, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ നേതാക്കന്മാരുടെയും വിവരങ്ങൾ കേരള പോലീസിന്റെ കൈവശമുണ്ട്. അവരുടെ കൈകളിൽ കൃത്യമായിട്ട് എല്ലാ മാർക്സിസ്റ്റുകാരുടെയും എല്ലാ BJPക്കാരുടെയും എല്ലാ കോൺഗ്രസുകാരുടെയും എല്ലാ RSSകാരുടെയും അവരുടെ താമസിക്കുന്ന എവിടെയാണ്, അവർക്കെന്ത് വിദ്യാഭ്യാസമുണ്ട്, അവരെന്ത് തൊഴിലെടുക്കുന്നു, അവരുടെ ഭാര്യ ആരാണ്, അവരുടെ മക്കൾ ആരാണ്, അവരെവിടെ സ്ഥിരമായി പോകുന്ന സ്ഥലം എവിടെയാണ്, അവരുടെ വാഹനത്തിന്റെ നമ്പർ ഏതാണ്, ഇതൊക്കെ കേരള പോലീസിനകത്തുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കേരളം കേട്ടത്. കേരളത്തിലെ RSSന്റെ കാര്യകർത്താക്കന്മാരെ കുറിച്ചുള്ള അതീവ രഹസ്യമായി കേരള പോലീസ് സേനയ്ക്കകത്തുള്ള വിവരങ്ങൾ രാജ്യത്തെ കലാപ കലുഷിതമാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയ്ക്ക് ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ പോലീസ് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നു കേരളത്തിൽ. വീണ്ടും അധികം വൈകേണ്ടി വന്നില്ല. മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേട്ടു. കേരളത്തിലെ ഫയർഫോഴ്സ്, മറ്റൊരു ഡിസിപ്ലിൻഡ് സേന, കേരളത്തിലെ ഫയർഫോഴ്സിന്റെ ഔദ്യോഗിക അനുമതിയോടെ ഞാൻ ഈ പറഞ്ഞ സർക്കാർ നിരോധിച്ച സംഘടനകൾക്ക് പരിശീലനം ലഭിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. എന്റെ പ്രിയപ്പെട്ടവരെ, സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരോടും കേൾവിക്കാരോടും ചോദിക്കും. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മൃഗീയമായ നേതൃത്വം നൽകുന്ന കേരളത്തില് അവരുടെ പിന്തുണയില്ലാതെ 1977 ഏതാനും ഭ്രാന്തൻ ആശയങ്ങൾ എന്ന് പറഞ്ഞ് കോഴിക്കോട്ടുകാർ തള്ളിക്കളഞ്ഞ ആ മുദ്രാവാക്യങ്ങളെ ഞാൻ ഈ പറയുന്ന തലത്തിലേക്ക് വളർന്ന് പന്തലിച്ച് വലുതായി കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഈ വിധ്വംസക ശക്തികൾക്ക് കേരളത്തിൽ പറന്ന് പന്തലിക്കാനും മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല എന്നുള്ളത് കേവലം എന്റെ വാക്കുകളല്ല. ഏറെക്കാലമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഈ നിരോധിക്കപ്പെട്ടതോ നിരോധിക്കപ്പെടേണ്ടതോ അവർക്കൊപ്പം നിൽക്കുന്നതോ ആയ, കേരളത്തിൽ വെറുക്കപ്പെടേണ്ട
പല സംഘടനകളുമായിട്ട് മാറിയും മറിഞ്ഞും കേരളത്തിലെ രണ്ട് മുന്നണികളും സഖ്യത്തിലല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. കോഴിക്കോട് ജില്ലയിലെ വെൽഫെയർ പാർട്ടിയുമായി ഈ രണ്ട് സംഘടനകളും ചങ്ങാത്തത്തിലല്ലേ? SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി, എത്ര സംഘടനകളുണ്ട്? ഞങ്ങളുടെ കൈകൾ ഇതാ ശുദ്ധമാണ്. ഞങ്ങൾ യഥാർത്ഥ മതേതരവാദികളാണ്. ഞങ്ങൾ വർഗീയതക്കെതിരാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പുലമ്പുന്ന കേരളത്തിലെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ രണ്ട് മുന്നണികളെയും വളർത്തിയിട്ടില്ലേ? അത് വളർന്ന് വളർന്ന് എവിടെ എത്തി? ഞാൻ വർഗീയത പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കോഴിക്കോടിന്റെ വടക്കേ അറ്റത്ത് നിന്ന് ഒരു മതേതര പാർട്ടിയുടെ പതാകയുമേന്തിയ പ്രവർത്തകന്മാർ വിളിച്ച മുദ്രാവാക്യം എന്താണ്? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും. ആരെ? RSS ആണെങ്കിൽ നമുക്ക് മറക്കാം, വിടാം, സാരമില്ല, പോട്ടെ. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കുന്നത് ആരെയായിരിക്കും? കേൾക്കുക നിങ്ങൾ. ഇതേ കോഴിക്കോട്ട് നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, കടപ്പുറത്ത് 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. 21 ആർക്ക് നേരെയാണ് കത്തി ഊരിയത്? RSS ഉണ്ടായത് 1925-ലല്ലേ? BJP ഉണ്ടായത് 1980-ലല്ലേ? പിന്നെ 21 ഊരിയ കത്തി ആർക്കെതിരെയായിരുന്നു ഊരിയത്? RSS-നെതിരെയാണെങ്കിൽ നമുക്ക് പൊറുക്കാം, അത് മറ്റുള്ളവർക്ക് തള്ളിക്കളയാം. 21 ഊരിയ കത്തി ആരുടെ നെഞ്ചത്ത്? അത് ഇപ്പോഴും ഞങ്ങൾ എറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്? നോക്കൂ, അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്നും 21 ഊരിയ കത്തി എറിഞ്ഞിട്ടില്ലെന്നും പറയുക മാത്രമല്ല, വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റിയാസ് എന്ന് പറയുന്ന ഒരാള് പ്രേമിച്ച് കെട്ടി. എന്താ തെറ്റ്? വീണയെ റിയാസ് കെട്ടി. പക്ഷെ കോഴിക്കോട് നിന്ന് മതേതര പാർട്ടിയുടെ നേതാവ് പ്രസംഗിച്ചത് എന്താ? അത് വിവാഹമല്ല, അത് വ്യഭിചാരമാണ്. നോക്കൂ, എന്നിട്ട് അതിനെല്ലാത്തിനും വേണ്ടി അങ്ങ് കുരച്ച് ചാടുന്ന ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ പഞ്ചപുച്ഛമടക്കിയോ? അഭിമന്യുവിന്റെ കൊലപാതകയുടെ മുമ്പില് മുട്ടുവിറച്ചു പോയ പ്രസ്ഥാനം. വീണയുടെയും റിയാസിന്റെയും വിവാഹത്തെ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ കാസർഗോഡിന്റെ തെരുവീഥികളില് പച്ചയ്ക്കൊരു വിഭാഗത്തെ കത്തിക്കുമെന്ന് ആക്രോശിച്ചപ്പോൾ മൗനം പാലിക്കേണ്ടി വരുന്നില്ലേ? ഒരുപക്ഷെ ഇത്തരം പൊതുയോഗങ്ങളിൽ ഇതൊക്കെ പരാമർശ വിധേയമാക്കുന്നതിന് വേദനയുണ്ട്. പക്ഷെ നമ്മൾ എത്തുന്നത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നവർ മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നമെന്നും ഞങ്ങളിൽ ഹൈന്ദവ രക്തമോ മുസ്ലിം രക്തമോ ക്രൈസ്തവ രക്തമോ മാനവ രക്തമോ ഇല്ലെന്ന് പറയുന്നവരെ പിന്തുണച്ച കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് മതമാണ് 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 മതം തന്നെയാണ് പ്രശ്നം, ഞങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത് എന്ന് പരസ്യമായിട്ട് ആക്രോശിക്കേണ്ടി വരുമ്പോൾ അവരുടെ പിന്തുണ കൊടുക്കാൻ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുകയോ ആ മൗനം അതിന് അംഗീകാരമാവുകയോ ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഭാവി എങ്ങോട്ടാണ് പോകുന്നത്? ഇത്തരത്തിലുള്ള ഭീതിജനകമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 2026 നമ്മൾ നേരിടാൻ പോകുന്നത്. ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ജീവിച്ചിരുന്ന, ഓണവും ക്രിസ്തുമസും ഈസ്റ്ററും ഒരേ പാത്രത്തിൽ നിന്ന് പങ്കിട്ട് കഴിച്ച മഹത്തായ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് കേരളം. മാവേലി തമ്പുരാനെ വണങ്ങുന്ന, മനുഷ്യരെ തുല്യരാണെന്ന് കാണുന്ന, പാവപ്പെട്ടവനും സമ്പന്നനും ഒക്കെ ഒരേ മണ്ണിൽ അവകാശികളാണെന്ന് വിശ്വസിക്കുന്ന, ഓണത്തിന് ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നും പങ്കിടുന്ന മുഹമ്മദും ജനാർദ്ദനനും ഔസേപ്പും, നോമ്പിന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കിട്ട് മാതൃകയായ കേരളം, മാവേലി മന്നന്റെ അടിത്തൊട്ടിലായ മണ്ണ്, ഒരുപക്ഷെ ഉത്തര ഭാരതം മുഴുവൻ വർഗീയ ലഹളകൾ കൊണ്ട് മുഖരിതമായ കാലഘട്ടത്തിൽ പോലും സഹ്യപർവ്വതത്തിനിപ്പുറത്തേക്ക് അങ്ങ് കാസർഗോഡ് മുതൽ കശ്മീരം വരെയുള്ള നമ്മുടെ മണ്ണില് ചേർത്ത് നിന്ന് ഒരുമിച്ച് ആഹ്ലാദിച്ച് ജീവിച്ച ഒരു ജനസമൂഹം. ആരാണ് ആ സമൂഹത്തിന്റെ മനസ്സിൽ വിഷത്തിന്റെ ബീജം കോരിയിട്ടത്?
ആരാണ് അവരുടെ മനസ്സുകൾ വിഭജിച്ചത്? വേണമെങ്കിൽ നിങ്ങൾക്ക് RSSനെ കുറ്റം പറയാം. പക്ഷേ കോഴിക്കോടിന്റെ മണ്ണില് ഈ മുദ്രാവാക്യം എഴുതി വെച്ച കാലഘട്ടത്തിലൊന്നും ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാനുള്ള കെൽപ്പ് ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ചിരുന്നില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥമാണ്. ഓർക്കുക, അന്ന് കേരളത്തിന്റെ മണ്ണില് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാനുള്ള കരുത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിന് അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? അങ്ങ് കശ്മീരം മുതൽ കേരളത്തിനപ്പുറം വരെ ഈ പ്രസ്ഥാനത്തെ ഇന്ത്യൻ ജനത നെഞ്ചേറ്റി മുന്നോട്ട് പോയപ്പോൾ അതിന് തയ്യാറാവാതിരുന്ന മണ്ണായിരുന്നു കേരളത്തിൻ്റെത്. പക്ഷെ ഇന്ന് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യവും കൂടെ എന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയം നഭോമണ്ഡലത്തില് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ ഒരിക്കൽ പോലും സത്യം വിളിച്ചു പറയാൻ തയ്യാറാവുന്നവരല്ല. അവരുടെ അജണ്ട ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയോ അനുകൂല പ്രസ്ഥാനങ്ങളോ മുന്നോട്ട് പോകരുത് എന്നുള്ളത് തന്നെയാണ്. വൈകുന്നേരങ്ങളിലെ നിങ്ങളുടെ സ്വീകരണ മുറിയിലെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദേശീയതയ്ക്ക് അനുകൂലമായി ഒരാൾ സംസാരിക്കാൻ തയ്യാറായാൽ അതുവരെ മൗനിയായ തലകുമ്പിട്ടിരുന്ന സടകുടഞ്ഞെഴുന്നേറ്റ് അവന്റെ വായിൽ കയറിയിരുന്ന് അവനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതും നിങ്ങൾ സാക്ഷികളാക്കി വന്നിട്ടുണ്ടാകാം. അവൻ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ അവന്റെ വായിൽ കയറിയിരിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അതല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പ്രവചിച്ചിരുന്നുവോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു സത്യം വിളിച്ചു പറയുന്ന 24 മണിക്കൂറും സത്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന് മുദ്രാവാക്യങ്ങളിലൂടെ സ്ലോഗനിലൂടെ പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു ചാനലിന്റെ പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ മുഖ്യധാരാ ചാനലുകളും പറഞ്ഞു തൃശൂരിൽ BJP ദയനീയമായി 3-ാം സ്ഥാനത്താകും. കെട്ടിവെച്ച കാശ് BJPക്ക് കിട്ടുമോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ മാധ്യമ സഹോദരന്മാർ പ്രതിഫലിപ്പിക്കുന്നത് ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചാൽ പോലും മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ലൈൻ അങ്ങനെയാവാം. ആ സത്യം ഒരിക്കലും അവർ വിളിച്ചു പറയാൻ തയ്യാറാവില്ല. അവസാനം വോട്ട് എണ്ണിയപ്പോൾ 75,000-ൽ പരം വോട്ടില് കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള തൃശൂരിലെ ഹൃദയഭൂമിയില് സുരേഷ് ഗോപി വിജയിച്ചപ്പോഴും ആ യാഥാർത്ഥ്യം ഇന്നും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ MP സുരേഷ് ഗോപിയാണ്. ബാക്കി 19 MP-മാരെ നിങ്ങൾക്കാർക്കും അറിയോ? ബാക്കി 19 MP-മാരെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 6 കോർപ്പറേഷനുകളുണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരികൾക്കിടയിലൂടെ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പൊ ഏതാണ്ട് CPM BJP ശക്തി തുല്യ. അവർക്ക് ഒരു കോർപ്പറേഷൻ ഉണ്ട്, BJPക്ക് ഒരു കോർപ്പറേഷൻ ഉണ്ട്. CPM-ന് ഒരു MP ഉണ്ട്, BJPക്ക് ഒരു MP ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അതല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം മാധ്യമം സംശയത്തിന്റെ ആനുകൂല്യമെങ്കിലും തിരുവനന്തപുരത്ത് BJPക്ക് കിട്ടുമെന്നോ BJP മുന്നോട്ട് പോകുമെന്നോ പ്രവചിക്കാൻ തയ്യാറായിരുന്നോ? ഇവരെന്ത് സത്യമാണ് വെളിപ്പെടുത്തുന്നത്? ഇവരെന്ത് ധാർമ്മികതയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ സുദീർഘമായി സംസാരിക്കാൻ നിരവധി നേതാക്കന്മാരുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വർത്തമാനകാല കേരള രാഷ്ട്രീയവും അല്പം വൈകിയാണെങ്കിലും ദേശീയ മുന്നേറ്റത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായിരിക്കുന്നു. രാജ്യത്തിലെ സർക്കാരുകൾ പോലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ സ്വീകരിക്കേണ്ടി വരുന്നു. കിസാൻ സമ്മാൻ നിധി ആയാലും, ആയുഷ്മാൻ ഭാരത് ആയാലും, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ആയാലും, ജൽജീവൻ മിഷൻ ആയാലും, PM ശ്രീ ആയാലും, ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഏതെങ്കിലും ഒരു അവകാശ നിഷേധത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ കൃത്യമായി രാജ്യത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് നയിക്കുന്ന ദുഷ്ടശക്തികളുടെ മുമ്പിൽ കനത്ത വെല്ലുവിളിയുമായിട്ട്
മൂന്നാം ഊഴത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കടക്കുമ്പോൾ കഴിഞ്ഞ 10-15 വർഷക്കാലമായി യൂറോപ്പിനോട് കിടപിടിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മുന്നേറ്റം നടത്തിയ കേരളത്തില് തകർന്ന് തരിപ്പണമായ ജീവിക്കാൻ ഗതിയില്ലാതെ ഉഴലുന്ന ഒരു വലിയ സമൂഹമാണുള്ളത്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം വർഗീയ കോമരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന രാഷ്ട്രീയക്കാരാണോ കേരളത്തിന് ആവശ്യമുള്ളത്? അതല്ല. ഈ മണ്ണിൽ എനിക്കും നിങ്ങളുടെയും നമ്മുടെ തലമുറയ്ക്ക് നിഷേധിക്കപ്പെട്ട വികസന സാഹചര്യങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ലഭിക്കേണ്ടേ? ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിത സമൂഹത്തിൽ മികച്ച വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കേണ്ടേ? ലോകോത്തര ആരോഗ്യ വെല്ലുവിളികൾക്ക് അവർ വിധേയമാകുമ്പോൾ ആ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കേണ്ടേ? ഏറ്റവും വലിയ ലോകോത്തര ഡിജിറ്റൽ യുഗത്തിൽ അവർക്ക് അവസരങ്ങൾ ലഭ്യമാകേണ്ടതില്ലേ? സ്വാഭാവികമായിട്ടും അത് കേരളത്തിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആ നിഷേധിക്കപ്പെട്ട കേരളത്തിൽ മാറാത്തത് മാറിയേ പറ്റൂ. വികസിത കേരളത്തിന് രൂപം കൊടുത്തേ പറ്റൂ. ആ പ്രതിജ്ഞയാണ് ഒരുപക്ഷെ കേരളം എടുത്തത്. ഒരുപക്ഷെ ഇവിടേക്ക് ഒഴുകിയെത്തിയ എന്റെ സഹപ്രവർത്തകന്മാരുടെയും അവർക്ക് പിന്തുണ നൽകുന്ന കോഴിക്കോടിന്റെ ജനങ്ങളുടെ മനസ്സ് ദേശീയതയ്ക്കൊപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഉറക്കെ വിളിക്കാം, ഈ കൊച്ചു മണ്ണിന്റെ കേരളത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി, ഒരു രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടി, മാറാത്തതിന്റെ മാറ്റത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ, നിങ്ങൾക്ക് എന്റെ വിജയാശംസകൾ. വന്ദേ മാതരം. കേരളം കേട്ടിരുന്നെങ്കിൽ, ഈ നിലവിളി കേരളത്തിലെ ഭരണാധികാരികൾ കേട്ടിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഇങ്ങനെയാവുമായിരുന്നില്ല. സ്വതന്ത്ര കേരളത്തെ വർഗീയതയുടെ പാതയിലേക്ക് നയിച്ചതിൽ പ്രധാന പങ്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്. കേരളത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾക്കും മതമൗലികവാദ പ്രവർത്തനങ്ങൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകാൻ മുസ്ലിം ലീഗ് ഒരു കാലത്തും മടിച്ചിരുന്നില്ല. അയോധ്യ സംഭവത്തിന് ശേഷം കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ 547 വർഗീയ സംഘർഷങ്ങളാണ് നടന്നത്. ഇതിൽ 17 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കുപറ്റി, 30-ലേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. 1921 മാപ്പിള കലാപത്തിന് ശേഷം ഏറനാട്ടിലെ മണ്ണ് ഒരിക്കൽ കൂടി മനുഷ്യരക്തം ഒഴിച്ചു വന്നു. മാദിനിയുടെ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വർഗീയതയും ഭീകരവാദവും വളർത്തിയത്. 1992 പൂന്തുറ കലാപം 6 പേർ കൊല്ലപ്പെട്ടു. ISSന്റെ പ്രവർത്തനവും മാദിനിയുടെ വിഷലിപ്തമായ വർഗീയ പ്രസംഗങ്ങളുമാണ് കലാപത്തിന് പിന്നിലെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. BJP നേതാവ് LK അദ്വാനിയെ വധിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ISSന്റെ തമിഴ് വിഭാഗമായ അൽകുമ സ്ഫോടനം നടത്തിയത്. സംഭവത്തിലെ പ്രധാന പ്രതി ബാബു അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോഴിക്കോട് പയ്യാനക്കൽ വെച്ചായിരുന്നു. 1993 ചെന്നൈ RSS കാര്യാലയത്തിൽ നടന്ന സ്ഫോടനത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. 1995 ഏപ്രിൽ 14 ഹിന്ദു മുന്നണി ഓഫീസിലും സ്ഫോടനം നടന്നു. കേസിലെ മുഖ്യപ്രതി അൽകുമ സ്ഥാപകൻ SA ബാദുഷ ആയുധങ്ങൾ സംഭരിച്ചത് കേരളത്തിൽ നിന്നായിരുന്നു. 1995 ഡിസംബർ 31 കടക്കുണ്ടിപ്പുഴയിൽ നിന്ന് വൻകിട കെട്ടിടങ്ങൾ തകർക്കാൻ ശേഷിയുള്ള 100 പൈപ്പ് ബോംബുകൾ കണ്ടെത്തി. പ്രവർത്തകരായിരുന്നു ഇതിന് പിന്നിൽ. പാക് അധിനിവേശ കശ്മീരിൽ പരിശീലനം നേടിയ അൽകുമ നേതാവ് ഇമാം അലി ദിവസങ്ങളോളം മലപ്പുറത്ത് താമസിച്ചാണ് ബോംബ് നിർമ്മിക്കാൻ സിമി ഭീകരർക്ക് പരിശീലനം നൽകിയത്. 1996 തെരഞ്ഞെടുപ്പിൽ CPM ജമാഅത്തെ ഇസ്ലാമി സഖ്യം നിലവിൽ വന്നതോടെ കേസ് അട്ടിമറിക്കപ്പെട്ടു. അന്വേഷണം ശരിയായി നടത്തിയ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. 2 കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കുപറ്റുകയും ചെയ്ത ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മാദിനി അറസ്റ്റിലായി. അൽകുമ ISS പാകിസ്ഥാൻ ബന്ധം രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. 1996 കോഴിക്കോട് നിന്നും അറസ്റ്റിലായ ഇസ്ലാമിക ഭീകരന് പാകിസ്ഥാൻ പരിശീലനം ലഭിച്ചതായി ISI പരിശീലനം ലഭിക്കുന്ന ആദ്യ മലയാളി ഇയാളാണെന്നും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഇന്ത്യൻ മുജാഹിദീൻ നടത്തിയ 2008 ഗുജറാത്ത് സ്ഫോടനത്തിലും 2010 ബംഗളൂർ സ്ഫോടനത്തിലും മലയാളികൾക്ക് ബന്ധമുണ്ട്. പാലക്കാടും മലപ്പുറത്തും തൃശൂരും 6 RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ജമിയത്തുൽ ഇസ്ഹാനിയ എന്ന ഭീകര സംഘടനയിൽപ്പെട്ടവരായിരുന്നു. 1996 ഏപ്രിലിൽ മലപ്പുറം ജില്ലയിൽ കണ്ടെത്തിയ പെൺബോംബുകളിൽ കാര്യമായ അന്വേഷണം നടന്നില്ല. 2001 ജൂലൈ 8 മഞ്ചേരി പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനത്ത് ബോംബ് പൊട്ടിക്കാൻ ടൈമർ സംവിധാനം പരിശീലനം നേടുന്നതിനിടയിൽ സ്ഫോടനം നടന്നു. എന്നാൽ ഈ കേസ് അന്വേഷണവും എങ്ങും എത്തിയില്ല. 2003 മാറാട് കലാപത്തെക്കുറിച്ചും ആയുധ ശേഖരണത്തെക്കുറിച്ചും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ലോക്കൽ പോലീസും UDF സർക്കാരും മുന്നറിയിപ്പ് അവഗണിച്ചു. മാറാട്ടെ അമ്മമാരുടെ നിലവിളികൾക്ക് മേൽ മുസ്ലിം കലാപകാരികളുടെ കൊലവിളികൾ ഉയർന്നു പൊങ്ങി. പരീക്ഷണമായിരുന്നു. ഭീകരവാദികളുടെ ടെസ്റ്റ് ഡോസ്. സർക്കാരും രാഷ്ട്രീയ കക്ഷികളും ഇരകളെ കൈവെടിഞ്ഞ് ഭീകരതയെ പിന്തുണച്ചത് ചരിത്രം. ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ അലർട്ടിൽ 19 മലയാളികളാണുള്ളത്. ഇന്ത്യൻ ലഷ്കർ ഇ തോയ്ബയിൽ 130 പേരിൽ 80 പേരും മലയാളികൾ. 2007 വാഗമണിൽ നടന്ന സിമി ക്യാമ്പിൽ നിന്നാണ് ഇന്ത്യൻ മുജാഹിദീൻ രൂപം കൊള്ളുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന നിരവധി ഭീകരർ കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ത്യൻ മുജാഹിദീൻ തലവൻ തഹസീൻ അക്തർ ഭീകരൻ ഗഫാസ് അഹമ്മദും മൂന്നാറിലാണ് ഒളിവിൽ താമസിച്ചത്. കശ്മീരിനെ മോചിപ്പിക്കാൻ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച 2006 ഓഗസ്റ്റ് 15 പാനായിക്കുളത്ത് സിമി ഭീകര ക്യാമ്പ്. മതനിന്ദ ആരോപിച്ച് 2010 ജൂലൈ 4 പ്രൊഫസർ PJ ജോസഫിന്റെ കൈകൾ ഭീകരവാദികൾ വെട്ടിയെടുത്തു. കൊല്ലം കളക്ടറേറ്റ് വളപ്പിലും 2016 നവംബർ 1 മലപ്പുറം കളക്ടറേറ്റിലും സ്ഫോടനങ്ങൾ. പോലീസിലേക്കും ഭീകരവാദികൾക്ക് സഹായികളുണ്ടായി. പോലീസ് സേനയിലെ ഭീകരബന്ധം കണ്ടെത്തിയ കേസ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ 2019 സെപ്റ്റംബറിൽ പിൻവലിക്കപ്പെട്ടു. കോടതിയിലെത്തിയ കേസ് കുറ്റപത്രം നൽകിയതിനു ശേഷം പിൻവലിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. കേരളത്തിൽ IS പിടിമുറുക്കുന്നുവെന്ന് 2015 ഓഗസ്റ്റ് 10 കേന്ദ്ര മുന്നറിയിപ്പ് നൽകി. സിറിയയിലേക്കും ഇറാഖിലേക്കും യുദ്ധമുന്നണിയിലേക്ക് കേരളത്തിൽ നിന്നും റിക്രൂട്ട്മെന്റുകൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. നിരോധിത സിമിയും സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായ ഭീകര പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടെന്നും 2017 കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് കയറ്റി അയക്കുന്ന മരുന്നുകൾ സിറിയയിലേക്കും ഇറാഖിലേക്കും ഭീകര പ്രവർത്തകർക്കാണ് പോയതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരള പോലീസിന്റെ ഓപ്പറേഷൻ PG വഴി കണ്ടെത്തിയത് 260ഓളം മലയാളികൾക്ക് ISയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ്. ഇതിൽ 118 പേരും കണ്ണൂർ ജില്ലയിലും 89 പേർ മലപ്പുറത്തുമാണ്. മലബാർ മേഖലയിൽ നിന്ന് മാത്രം 15 പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരിച്ചത്. 100 പേർ ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. നിരവധി ഹിന്ദു പെൺകുട്ടികളെ ലബ്ജിഹാദിന്റെ ഇരകളാക്കുകയും ലൈംഗിക അടിമകളാക്കി അഫ്ഗാനിലേക്കും സിറിയയിലേക്കും നാടുകടത്തുകയും ചെയ്തു. കേരളത്തിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് പകരം വർഗീയ ചേരിതിരിവും ധ്രുവീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. മലപ്പുറം കേന്ദ്രീകരിച്ച് ഉത്തര കേരളത്തിലെ 6 ജില്ലകളിലെ മുസ്ലിം ജനവിഭാഗത്തെയും ഇസ്ലാം ന്യൂനപക്ഷങ്ങളെയും വിഘടിപ്പിച്ച് കശ്മീർ പഞ്ചാബ് സമാനമായി വിഘടനവാദ പ്രവർത്തനമാണ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ദളിത് മുസ്ലിം ഐക്യം എന്ന മുദ്രാവാക്യം ഉയർന്നു വരുന്നത്. ഇത് സംബന്ധിച്ച് മലപ്പുറം മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഭീകരവാദികൾക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നൽകുന്ന പിന്തുണ വ്യക്തമാണെന്ന് ദേശീയ ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. जमीन को भी मिट्टी में मिलाने का समय आ गया है। ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സ്റ്റേറ്റിന്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ജി, ഈ വേദിയിലിരിക്കുന്ന BJPയുടെ പ്രമുഖരായ സീനിയർ നേതാക്കന്മാരെ,
എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ മുന്നിൽ 3-4 പോയിന്റ് മാത്രം പറഞ്ഞു നിർത്തിക്കൊള്ളാം. ആദ്യം എന്റെ ഹൃദയത്തിൽ തട്ടിയത് ഇത്ര വലിയ ഒരു ജനാവലി, ഒരു കാവ്യയുടെ ഒരു കടൽ, സ്ത്രീകളും പുരുഷന്മാരും ഉള്ള ഒരു മഹാസമ്മേളനം എന്നെ വല്ലാതെ ആകർഷിച്ചു. നമ്മുടെ പാർട്ടി വളർന്ന് വരുന്നു എന്നുള്ള സന്തോഷം. ഇത് സംഘടിപ്പിച്ചവരോട് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മൂന്നാമത്, ഞാന് 3 മണിക്ക് മലബാർ പാലസിൽ ചെന്ന് TV വെച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഗൾഫിൽ യുദ്ധം, ബോംബ് പൊട്ടിയിരിക്കുന്നു, പലയിടത്തും പൊട്ടിയിരിക്കുന്നു. സമാധാനമാണോ യുദ്ധമാണോ എന്നുള്ളത് ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന്, നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിജിയോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഉക്രൈൻ യുദ്ധം, റഷ്യ യുദ്ധം, താങ്കൾ ആരുടെ പക്ഷത്താണ്? ഞാൻ വളരെ ആങ്ഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞ വാചകം, ഞാൻ സമാധാനത്തിന്റെ പക്ഷത്താണ്, നമ്മളും സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നാലാമത് ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ പറഞ്ഞ വളരെ ബ്രീഫ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ചില പ്രസംഗം, അത് എന്നെ ആകർഷിച്ചു. ഞാന് പ്രസംഗത്തിന് സാറിനെ ഒരു മോഡലാക്കാൻ പോവുകയാണ്. ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മതം മതം മതം, കൗണ്ടർ, വിശ്വാസം വിശ്വാസം വിശ്വാസം. അവസാനം പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം BJPയുടെ വിശ്വാസം, BJPയുടെ മതം രാഷ്ട്രം രാഷ്ട്രം രാഷ്ട്രം. അതാണ്. അതിനാരെങ്കിലും കത്തിവെച്ചാൽ, രാഷ്ട്രത്തിനെ ആരെങ്കിലും നോവിച്ചാൽ, രാഷ്ട്ര ഭരണഘടനയെ ആരെങ്കിലും നോവിച്ചാൽ, ആന്റി നാഷണൽ ആയാൽ ഞങ്ങൾ സഹിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. നാലാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്ന് ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പോസ്റ്റ് കണ്ട്, അതും എന്നെ ഞെട്ടിച്ചു. ട്രംപ് പോലും ഭയക്കുന്ന ഒരു നേതാവ്. എല്ലാരും മനസ്സിലൊന്ന് കേറ്റണം സുഹൃത്തുക്കളെ, നിങ്ങളും ഞാനും മാത്രമല്ല, ഇന്ത്യയിലെ 146 കോടി ജനങ്ങളും ഭാഗ്യവാന്മാരാണ്. അങ്ങനെ കരുത്തനായ ഒരപ്പന് ഡൽഹിയിൽ കിട്ടിയതില് ഈ ജമാഅത്തുകാര് പോലും, ഈ ടെററിസം ചെയ്യുന്നവരും, ഈ ആന്റി നാഷണലിസം ചെയ്യുന്നവരും, സർവ്വ ആൾക്കാർക്കുമുള്ള ശക്തനായ ഒരു അപ്പൻ, ശക്തനായ ഒരു രക്ഷകർത്താവ് നമുക്ക് ഡൽഹിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഭാഗ്യമാണ്. അടുത്ത കാലത്ത് എനിക്ക് തോന്നി, മോദിജിയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന്. അത് കഴിഞ്ഞ് എന്റെ മനസ്സിൽ വന്നു, ഈ മോദിജി അടുത്ത കാലത്ത് ചെയ്തത് ഒരു മിനി മോഡി എന്ന് പറയാവുന്ന ഒരു നേതാവിനെ നമുക്ക് തന്നു. സർ, ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുന്നു, താങ്കൾ വന്നതിന് ശേഷം എന്റെ ആത്മാവ്, എന്റെ സ്പിരിറ്റ് ഇതൊക്കെ വല്ലാതെ വർദ്ധിച്ചു. താങ്കൾ എങ്ങനെയോ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് സംസാരിക്കുന്നു, ആ വിഷൻ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു, പ്രസംഗത്തിൽ പോലും അതുപോലെ ഉണ്ടാകുന്നു. എന്റെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം, ദൈവമേ, നമ്മുടെ കാലത്ത് ഡൽഹിയിൽ മോഡിജി ഉള്ളപ്പോൾ തിരുവനന്തപുരത്തും ഒരു ചെറിയ മോഡിജിയുടെ രൂപത്തിൽ രാജീവ്ജി ഉണ്ടാകണേ. അതിനുവേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യണം. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടല്ല, നിങ്ങളോട് എനിക്ക് പറയാനുള്ളതൊന്നുമില്ല, നിങ്ങളോട് ചോദിക്കാനുമില്ല. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ചുറ്റുമുള്ള ഇവിടെ വരാത്ത ഈ LDF ആർമിയോടും UDF ആർമിയോടും നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കണം, നിങ്ങൾക്കും കുട്ടികളില്ലേ? 21 വർഷം കഴിയുമ്പോൾ ഒരു വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു അമൃത മഹൽ തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഡൽഹിയിൽ ഇരുന്നിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? ആ കുടുംബത്തില് ഞാൻ ഒരിക്കൽ ഒരു പോസ്റ്റ് എഴുതി, മോഡിജി ഈസ് ദ മോസ്റ്റ് പ്രൊലിഫിക് ഫാദർ ഓഫ് ദ വേൾഡ്. എന്താണ് പ്രൊലിഫിക് ഫാദർ ഓഫ് ദ വേൾഡ്?
A father with 146 crores of children. He embraces all these people. മറ്റൊരു ദിവസം ഞാന് ചാറ്റ് ജി പി ടി കയറി ഒരു കുസൃതി അടിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചു ചാറ്റ് ജി പി ടിയോട്. കഴിഞ്ഞ 25 കൊല്ലം മോഡിജി നടത്തിയ പ്രസംഗങ്ങളെല്ലാം എടുക്കൂ. എനിക്കറിയണം ഈ മോഡിജി എപ്പോഴും പറയണത് എന്താണെന്ന്. ഞാൻ ചോദിച്ചു, the most frequently spelled, master struck words of Modiji in his speeches over past 25 years. ഒരു 10 വാക്ക് വേണം. നമ്പർ 1 നിങ്ങൾ കേൾക്കണം. ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ്. എന്താണ് ഇൻക്ലൂഷൻ? ഈ 146 കോടിയെയും ചേർത്ത് പിടിക്കുന്നതാണ് ഇൻക്ലൂഷൻ. ഇൻക്ലൂസീവ്. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ബാങ്കിങ്, എവറിഥിങ് ഇൻക്ലൂസീവ്. അദ്ദേഹത്തിന് ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്താൻ കഴിയത്തില്ല. ആ സ്പിരിറ്റ് ഉണ്ടാകുന്ന ഒരു നേതാവാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഒരു സെന്റൻസ് കൂടെ പറയാം. ഈ LDF-നോടും UDF-നോടും ചോദിക്കണം, സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, 65-70 കൊല്ലം നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി ഈ കേരള സംസ്ഥാനത്തെ കുട്ടിച്ചോറാക്കിയില്ലേ? ഓരോ കൊച്ചുകുട്ടിക്കും 1.25 ലക്ഷം രൂപ കടം വരുത്തിയില്ലേ? സംസ്ഥാനത്തിന്റെ എല്ലാ ഓഫീസുകളും പാർട്ടിവൽക്കരിക്കപ്പെട്ടില്ലേ? സംസ്ഥാനത്തെ മൊത്തം കൊള്ളയടിച്ചില്ലേ? കള്ളം പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സംരക്ഷകനാണെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചില്ലേ? ഇനിയും നിങ്ങൾ പറ്റിക്കപ്പെടണോ? പറ്റിക്കാൻ നിന്നു കൊടുക്കണോ? വായിക്കുന്നവരല്ലേ, ബുദ്ധിയുള്ളവരല്ലേ? ചിന്തിച്ചോട്ടിങ്ങൂ എന്ന് നിങ്ങളോട് പറയണം. ഇനി ഒരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാന് ന്യൂനപക്ഷ മോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് എന്ന ജോലി കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്റെ മുസ്ലിം സഹോദരങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയവന്റെ ഭീതി അകറ്റാൻ വേണ്ടിയായിരുന്നു. എന്ത് ഭീതി? പലരും പറയും, സാറേ ഞങ്ങൾക്കറിയാം മോഡിജി നല്ലതാണ്. ചില പെണ്ണുങ്ങളൊക്കെ പറയാം, സാർ മോഡിജി ഐ വിൽ ലൈക്ക് യു എന്ന് പറയുന്ന ഒരുപാടുണ്ട്. പക്ഷെ ഭീതി എന്താണ്? പള്ളിയിൽ കയറ്റാതിരിക്കുവോ? പള്ളിയിൽ നിന്ന് പുറത്താക്കുവോ? അല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്തി കൊടുക്കാതിരിക്കുവോ? ഈ ഭീതിയാണ്. അങ്ങനെ ഒരു കള്ളപ്രചരണം, കള്ളം മാത്രം പറഞ്ഞ് ഭീതി കയറ്റി ഇവിടത്തെ മുസ്ലിങ്ങള്, ഇന്ത്യയിലെ 22 കോടി മുസ്ലിങ്ങള് അല്ലെങ്കിൽ 20 കോടി, കേരളത്തിലെ ഏതാണ്ട് 1 കോടി മുസ്ലിങ്ങളെ തലയിൽ വിഷം നിറച്ച് വന്ന ആ വണ്ടി അടുത്ത കാലത്ത് ഇസ്ലാമിന്റെ തന്നെ ഒരു പ്രമുഖനായ ഇസ്ലാമിക് പണ്ഡിതൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അന്നും ഇന്നും എന്നും ഉണ്ടായിരുന്ന ഒരു വികാരം ആദ്യമായി അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്ത്യ ഈസ് ദ സേഫസ്റ്റ് കൺട്രി ഫോർ മുസ്ലിംസ്. ഇന്ത്യ ഈസ് ദ സേഫസ്റ്റ് ഹെവൻ. ഇന്ത്യ ഈസ് എ ഫെർട്ടൈൽ ഫീൽഡ് ഫോർ ഗ്രോയിങ് ലൈക്ക് എ ടോൾ ട്രീ. ഇവിടുത്തെ മുസ്ലിം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലോകത്ത് ഒരു മുസ്ലിം നേഷനിലും, ഒരു ഇസ്ലാമിക് നേഷനിലും, ഈ വാക്കിന്റെ വ്യത്യാസമുണ്ട്. 57 മുസ്ലിം രാഷ്ട്രമുണ്ട്, പക്ഷെ 21 ഇസ്ലാമിക് നേഷനുണ്ട്. ഈ ഒരു നേഷനിൽ നിന്നും ഈ സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് മാത്രമല്ല, 21 ഇസ്ലാമിക് നേഷനിലെ 8 നേഷൻസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഏറ്റവും വലിയ ഡെക്കറേഷൻ കൊടുത്ത് ആദരിച്ച സംഭവം നിങ്ങൾ ഓർക്കൂ. ഇനി നിങ്ങൾ പറയൂ, 12 കൊല്ലത്തെ ജേണി ഏതെങ്കിലും ഒരു മുസൽമാൻ എവിടെയെങ്കിലും ഒരു പോർലേറ്റിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടെന്ന് കള്ളം പറഞ്ഞതല്ലേ? അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളോടും ചോദിക്കണം, നിങ്ങൾക്ക് ഇനിയെങ്കിലും ആ ഭ്രാന്തിൽ നിന്ന് വെളിയിൽ വന്നുകൂടെ? നിങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ജെൻസി. വാട്ട് ഇസ് ജെൻസി? ഈ 90-95 ലക്ഷത്തില് 13-ന് 29-ന് ഇടയ്ക്ക് പ്രായമുള്ള വ്യക്തിയായ, യങ്ങായ, സ്മാർട്ടായ, ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആയ ഏതാണ്ട് 32 ലക്ഷം മുസ്ലിങ്ങൾ തന്നെയുണ്ട്. നമ്മുടെ 3.6 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1 കോടി യൂത്തും ഒരു മറ്റേ നമ്പരെ ഓർക്കുന്നില്ല. ജെൻസിയുടെ ഒരു വലിയ നമ്പരും ഉണ്ട്. ജെൻസിക്ക് വേണ്ടി പണിയുന്ന വീടില് ഭാഗവാക്കാകാൻ, വീടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വികസിത് ഭാരത് 2047. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് വികസിത് കേരള 2047. ഇതിൽ ഭാഗവാക്കാകാൻ
നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അത് ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾ മിസ് ചെയ്താൽ, ഇപ്പൊ ഈ ബോട്ടിൽ കയറിയില്ലെങ്കിൽ, ഇത് വിട്ടുപോയാൽ 5 കൊല്ലം കാത്തിരിക്കണം. 5 കൊല്ലം കഴിയുമ്പോൾ തിരുവനന്തപുരം ജില്ല തീരെഴുതേണ്ടി വരും. അത് കഴിഞ്ഞ് കൊല്ലം ജില്ല തീരെഴുതേണ്ടി വരും. ഇത് നശിച്ച് നാറാണക്കല്ല് പിടിക്കും. അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് റിയാലിറ്റീസ് മനസ്സിലാക്കി നരേന്ദ്രമോദിയുടെ 12 കൊല്ലത്തെ റിപ്പോർട്ടാണ് എടുത്തത്. അദ്ദേഹം കൊണ്ടുവന്ന 370ഓളം ഗംഭീരമായ പ്രോജക്റ്റുകൾ പഠിച്ച് എല്ലാവരിലും എത്തിയ ആ നരേന്ദ്ര ഭാരതം, ആ മോഡിജി, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് നമുക്കും വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ CR പ്രഫുൽ കൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ VK സജീവൻജി, ബി.ജെ.പിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ കുറഞ്ഞ ഒരു അറിയിപ്പിനെ തുടർന്നാണ്, കുറഞ്ഞ സമയത്തെ അറിയിപ്പിനുള്ളിലാണ് ഏകദേശം 10,000-ത്തിലധികം വരുന്ന ബി.ജെ.പിയുടെ പ്രവർത്തകന്മാർ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. നമ്മൾ ഈ പരിപാടിയിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെയാണ്. ഇവിടെ നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം കേരളത്തിലെ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെ പറ്റി വളരെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ UDF നേതൃത്വത്തിന് ജമായത്ത് ഇസ്ലാമി ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഒരു കാലത്ത് CPM-ന് ജമായത്ത് ഇസ്ലാമി ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. ജമായത്ത് ഇസ്ലാമിയുടെ യഥാർത്ഥത്തിലുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹുക്കുമത്ത് ഇലാഹി എന്നുള്ളതാണ്. മൗദൂദി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഹുക്കുമത്ത് ഇലാഹി. എന്താ ഈ ഹുക്കുമത്ത് ഇലാഹി? VD സതീശനും ഒന്ന് പഠിക്കണം, പിണറായി വിജയൻ ഒന്ന് പഠിക്കണം. ഹുക്കുമത്ത് ഇലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമമല്ലാതെ ഒന്നിനെയും അവര് വില വെക്കില്ല. ഇന്ത്യൻ ഭരണഘടന അവർക്ക് പുല്ലാണ്. ഇന്ത്യയുടെ പാർലമെന്റ് ജമാഅത്ത് ഇസ്ലാമിക്ക് പുല്ലാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ, ഇതിനെയൊന്നും കണക്കാക്കുന്നവരല്ല, മാനിക്കുന്നവരല്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ജമായത്ത് ഇസ്ലാമി ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവരെയാണ് ചുവലിൽ കയ്യും വെച്ച് മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ വെള്ളയടിച്ച് കൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് കോൺഗ്രസുകാർ ജമായത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കുമ്പോ CPM-കാരൻ നക്കാപ്പിച്ച വോട്ടിനു വേണ്ടി PDP-യെയും STP-യെയും ചേർത്ത് പിടിക്കുകയാണ്. മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ട്, ഈ CPM-കാരൻ, ആ CPM-കാരൻ നിലമ്പൂർ ഇലക്ഷനിൽ പ്രസിഡന്റ് പറഞ്ഞല്ലോ. ആ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ. നമ്മൾ വികസനത്തിന് വേണ്ടി പറഞ്ഞപ്പോ, വികസന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ അവിടുത്തെ UDF-കാരും അതുപോലെ തന്നെ CPM-കാരും വർഗീയവാദികളുടെ വോട്ടുകൾക്ക് വേണ്ടി പരക്കം പാച്ചിലായിരുന്നു. അവിടെ വികസനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ഇപ്പോഴത്തെ രൂപമായ STPA എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ നടക്കുന്നവരാണ്. ഇസ്ലാമിക രാജ്യമായാൽ എന്താ സംഭവിക്കുക? ഇസ്ലാമിക രാജ്യമായാൽ അവിടെ സംഗീതം ഉണ്ടാകില്ല, അവിടെ നൃത്തം ഉണ്ടാകില്ല, അല്ലേ? നമ്മൾ കണ്ടതല്ലേ താലിബ് പല ഇസ്ലാമിക രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ രാജ്യങ്ങളിൽ അവരുടെ ഫത്വയാണ് നടപ്പിലാക്കുക. വിഗ്രഹാരാധകന്മാർ ഇസ്ലാമിനെതിരാണ് എന്ന് ഫത്വ ഇറക്കും. വിഗ്രഹാരാധന പാടില്ല, ആരാധന പാടില്ല. അതിനെതിരായി പ്രവർത്തിച്ചാൽ ശരീഅത്ത് നിയമം വരും. ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് ന്യൂമാൻ കോളേജിലെ പ്രൊഫസറെ കൈവെട്ടിയതുപോലെ ആ കൈകൾ കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയത്, ആ തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ കൈ വേണ്ട. വിഗ്രഹാരാധന നടത്തിയാൽ 2 കൈകളും വെട്ടും. മതത്തിനെതിരെ പറഞ്ഞാൽ ശിരച്ഛേദം ചെയ്യും. ഈ മതത്തിനെതിരായി എന്ത് പറഞ്ഞാലും ഇതായിരിക്കും അവരുടെ ഫത്വ.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറ്റില്ല. ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ് ഏറ്റവും കൂടുതൽ ജിഹാദി മുദ്രാവാക്യങ്ങൾ നമ്മൾ ഉയർന്നു കേട്ടത്. 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. നമ്മൾ പൗരത്വ ഭേദഗതി പ്രതിഷേധത്തിനെതിരായി നടത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും ഉയർന്നു കേട്ട മുദ്രാവാക്യം അതായിരുന്നില്ലേ? പക്ഷെ ഒരു കാര്യം പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 48 മണിക്കൂർ കൊണ്ട് 10,000-ലധികം ആളുകളാണ് ഈ കോഴിക്കോട് മുതലക്കുളത്തെ കൊഴകി എത്തിയത് എങ്കിൽ അന്ന് 21 ഊരിയ കത്തി ഉണ്ടല്ലോ, ആ കത്തിയും കൊണ്ട് അറബിക്കടലിന്റെ തീരത്ത് പോയി പൂഴി മുറങ്ങി കുത്തി ആശ തീർക്കുന്നതാണ് ആ ജിഹാദികൾക്ക് നല്ലത് എന്നോർക്കുന്നത് നല്ലതാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സമ്മേളനം, ഈ ജാഗ്രതാ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി. BJP-യുടെ വികസന കാഴ്ചപ്പാട്, വികസിത കേരളം എന്ന് പറയുന്നത് അത് വെറും സ്വപ്നമല്ല, അത് പാടിപ്പറഞ്ഞ പാഴ്വാക്കല്ല എന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഈ പൗരാലിമലയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷനും ഇപ്പൊ മേഖലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെൽ കോർഡിനേറ്ററുമായ നമ്മുടെ മേഖലാ പ്രഭാരിയുമായ ശ്രീ VK സജീവൻ ജിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ MD രമേശ് ജി, CS സുരേഷ് ജി, ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ M അബ്ദുൽ കലാം സാർ, അതുപോലെ തന്നെ BJP-യുടെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ശ്രീ KP പ്രകാശ് ബാബു, ശ്രീ T ദേവദാസ്, ശ്രീ VV രാജൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഇവിടെ സന്നിഹിതരായ മാധ്യമ പ്രവർത്തകർ, ഇവിടെ എല്ലാ സംവിധാനങ്ങളും സ്റ്റേജും ഈ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകന്മാർ, ഇതിന്റെ സ്റ്റേജിന്റെ അണിയറ പ്രവർത്തകർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഭാരത് മാതാ കേ. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.